പിളക്കണുണ്ടോ ആ മതി. അധ്വാനത്തിന്റെ അല്ലേ, അത്രമാത്രം അധ്വാനം ഉണ്ടാവും അതിന്റെ പൈസ നന്നായിട്ട്. അപ്പൊ അധ്വാനത്തിന്റെ പണം. അപ്പൊ നമ്മൾ പോവാണ്. എങ്ങോട്ടാണ് വെച്ചാ പോകുന്നത്? കാശിനെടുക്കാന്ന് പിടുത്തം കിട്ടിയില്ല. പാലക്കാട് ചിറ്റൂര് വൻ മീൻപിടുത്തം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളൊരു റെയിൽവേ ക്രോസ് നിൽക്കുകയാണ്. അപ്പൊ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം സമയം എത്രയും 6:35. ഇപ്പൊ ഞങ്ങള് ചെർപ്പളശ്ശേരി കഴിഞ്ഞ് നേരെ ചിറ്റൂരേക്ക്. എന്റെ പോണ അറിയില്ലേ? 3:30 ഇറങ്ങിക്കണ്. 3:30 ഇറങ്ങിക്കണ്. ആ വരുന്ന ട്രെയിനാ. അതെ, ഒരു ട്രെയിൻ പോകാൻ വേണ്ടി നമ്മൾ കുറച്ചേരോട് വെയിറ്റ് ചെയ്യാണ്. പോകാൻ പേടിണ്ടായിട്ടൊന്നല്ല, ഒരാട് പെയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. വേറെ ട്രെയിൻ ഉണ്ട് അതില്. നമ്മളതാ നല്ല ചൂട് ഇഡ്ഡലിയും എങ്ങനെയുണ്ട്? നല്ല ഇഡ്ഡലി ട്ടാ. കഷ്ണം കിട്ടിയില്ല. ഒരു ചെറിയ വഴുതനയുടെ പീസ് കിട്ടിയില്ല. സിദ്ധിപ്പഴം കൊണ്ടുവരി നല്ലൊരു ചായ കട. അപ്പൊ നമ്മളിവിടെ ചിറ്റൂർ എത്തുന്നതിന് മുന്നേ നല്ലൊരു ചായ കുടിക്കണ പരിപാടിയാണ്. ഓ എന്ത് വരുവാ? ഭയങ്കര ഒരു ചട്നി വരുണ്ടോ? അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ച് ഇനി നേരെ നമ്മളെ സ്പോട്ടിലേക്ക് പോവാണ്. അച്ഛാ പോവാ. ഇനി അധികം നമ്മൾ സമയം കളയാതെ നേരെ ഹെൽമെറ്റും കോട്ടൊക്കെ ഇട്ട് സ്റ്റാൻഡ് അയക്കണ്. നമ്മുടെ സ്പോട്ടിലേക്ക് ഏകദേശം ഇനി വെറും 10 കിലോമീറ്ററുകൾ മാത്രം. അപ്പൊ വീണ്ടും നമ്മുടെ ചിറ്റൂര് ഗ്രാമപ്രദേശത്തേക്ക്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു അടിപൊളി തനി നാടൻ ഗ്രാമം. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം പിന്നോട്ട് സഞ്ചരിച്ച പോലെ തോന്നുട്ടോ. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനെ കുറിച്ച്. ഒരു പക്ക നാട്ടുമ്പുറം. അതായത് വികസനങ്ങളെന്ന് പറഞ്ഞാൽ റോഡൊക്കെ നല്ല റോഡാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഗ്രാമീണ തനിമ സൂക്ഷിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു തനി നാട്ടുമ്പുറമാണ് ഈ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, പഴയ കാലത്തുള്ള ഒരുപാട് വീടുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഇന്ന് കൂടുതലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് വീടുകൾ പഴയ ഗ്രാമീണ തനിമയുള്ള നല്ല പാലക്കാടൻ ശൈലിയിലുള്ള വീടുകൾ ഈ ഒരു സ്ഥലത്തുണ്ട് കേട്ടോ. പിന്നെ കാളവണ്ടി, കുതിരവണ്ടി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടായിട്ട് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മളൊന്ന് പോകുന്നത് ഒരു ജോലിക്കാണ്. അതായത് നമുക്കിവിടെ ഏകദേശം ഒരു 500 കിലോ മീൻ എന്തായാലും ഉണ്ടാവുന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ആ മീനുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇവിടെ നമ്മൾ മുൻപ് ഒരു തവണ മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മീനെടുത്തിട്ട് രണ്ടാമതും വരികയാണ്. ഒരു 3 ചാലുകളിലായിട്ടാണ് മീനുകൾ അവർ ഇവിടെ ഇട്ടിട്ടുള്ളത്. അതിലുള്ള 2 ചാല് നമ്മൾ ഓൾറെഡി പിടിച്ചതാണ്. മൂന്നാമത്തെ ഒരു ചാലും കൂടി നമുക്കിന്ന് പിടിക്കാനുണ്ട്. ഏകദേശം 500 കിലോ മീൻ എന്തായാലും ഉണ്ടാവുന്നതാണ് നമ്മളൊരു പ്ലാനിങ് ഉള്ളത്. അവരും പറഞ്ഞാൽ ഏകദേശം ഒരു 500 കിലോ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ സ്പോട്ട്. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ പാലക്കാട് ചിറ്റൂര് വന്നിട്ടുണ്ട്. പാലക്കാട് ചിറ്റൂര് വൻ തീപിടുത്തം കേട്ടില്ലേ? അന്ത സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത്തവണ നമ്മളെ കൂടെ റഷീദ് ഉണ്ട്, മച്ചാനുണ്ട്. അപ്പോ മച്ചാൻ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ദീർഘദൂര മീൻപിടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞു പോയിട്ടാ. ഒരു ലോങ് ട്രിപ്പായിരുന്നു. ഏകദേശം 90 കിലോമീറ്ററോളം നമ്മൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് പോകുന്നത്.
എത്തണില്ല എത്ര ഓടിയിട്ടും ഇങ്ങോട്ട് എത്തണ്ടേ. ക്ലൈമറ്റ് സെറ്റാ. ഇവിടെ നമുക്ക് 3 കുളങ്ങളാട്ട പിടിക്കാനുള്ളത്. അതില് 2 കുളങ്ങളിൽ നിന്ന് നമ്മളെ ഏകദേശം പക്ഷെ ഒന്ന് മാറുന്നത് അവരൊന്ന് മാറിക്കാൻ. അപ്പൊ ഇവിടെ ഏകദേശം 3 കുളങ്ങളാണ് നമുക്ക് പിടിക്കാനുള്ളത്. അതെ ശരിവാ, 2 കുളങ്ങൾ നമ്മൾ പിടിച്ചു അല്ലേ മച്ചാ? അതെ. അപ്പൊ ഇനി അതിലുള്ള 2 കുളങ്ങളും കൂടിയാണ് നമുക്ക് പിടിക്കാനുള്ളത്. അപ്പൊ അതൊന്ന് ഏകദേശം ഒരു കംപ്ലീറ്റ് നിരത്ത് ഒന്ന് ഫുള്ള് നമ്മൾ ഇവിടുന്ന് തൂത്ത് വാരിയിട്ടാണ് പോകുന്നത്. അപ്പോൾ സമയം ഇപ്പൊ എത്ര മണി? 9:15. ഏകദേശം ഒരു 11 മണി 12 മണി ആകുമ്പോഴേക്കും ഇവിടുത്തെ പരിപാടി മൊത്തം തീർക്കണം നമുക്ക് അല്ലേ? വടിച്ചെടുക്കും. അതിനാണ് ഇപ്പൊ നമ്മള് മച്ചാനെയും കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും കരേക്കാടൻ ബ്ലോഗേഴ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാണ് നമ്മളെ കുളം അല്ലേ? കൃഷി എങ്ങനെയുണ്ട് കുളം? മുത്തേ സുഖല്ലേ? യെസ്. അപ്പൊ നമ്മളെ 3ാമത്തെ കുളം പിടിക്കാൻ പോവാണ് അല്ലേ? ഓക്കെ, തുടങ്ങിയാലോ? യെസ്. പക്ഷേ തുടങ്ങാം. ഇതാണ് നമ്മളെ 3ാമത്തെ കുളം. പോവാ. ഓ കാല്. അപ്പൊ ഇനി നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോണത്. അവിടെ നമുക്ക് കിട്ടാൻ പറ്റില്ലേ? അവിടെ കിട്ടാം. ഓക്കെ. മച്ച ജിമ്മിനും ഉണ്ടോ? ബാക്കില് മുഴ ഉണ്ട്. ആ എന്തേ തുടങ്ങാ? യെസ്. അപ്പൊ പടവടൊക്കെ ഉണ്ട്. റഷീദ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താ പാട്? അപ്പൊ നമുക്ക് ഇവിടുന്ന് അയക്കല്ലേ? അപ്പൊ നമ്മൾ ഈ ബാധിക്കുള്ള വഴിയൊന്ന് റെഡിയാക്കാത്ത മീനെ നമുക്ക് ഇങ്ങോട്ട് കയറ്റാനല്ലേ വഴിയൊക്കെ ഒന്ന് സെറ്റാക്കി പിടിക്കണം. പറഞ്ഞാലോ? അങ്ങ് ചാട ഒന്നും നോക്കാനില്ല. എന്താ അവസ്ഥ? ചാടണ്ട. അയ്യോ മഴ. ഓ കറക്റ്റ് ടൈമില് പെരുമഴ അല്ലേ? നല്ല മഴ. കറക്റ്റ് ടൈമില് തുടങ്ങാൻ നേരത്താണ് പെരുമഴ. നേരെ ഇറങ്ങിയാലോ? ഓ മയില് പോയാ? കണ്ടില്ല. ഏതാ മഴ അല്ലേ? മഴക്കാട്ടിലും കൂടുതൽ കാറ്റല്ലേ? നല്ല മഴ നല്ല കാറ്റോ. ഓമ്പോ പെരുമഴ. തുടങ്ങുവാ അച്ഛാ. ഓ ഇടില മഴ കേട്ടാ. നമ്മള് പോരാൻ വേണ്ടി നിന്ന ടൈമിലാണ് ഈ മഴ വരുന്നത്. പിന്നെ വല ഒന്ന് റെഡിയാക്കുകയാണ്. അങ്ങനല്ലേ? ഒരു റെഡിയാക്കി. അപ്പൊ മച്ചെണ്ണ ഉള്ളിൽ നിന്നോ പണി പോട്ടെ. നമ്മളെ ഈ വല അടി വലിഞ്ഞു കിടില്ലാണെങ്കിൽ മീനൊക്കെ പുറത്തു കൂട്ടാം. അപ്പൊ അതുകൊണ്ടാണ് അടി ഇങ്ങനെ വലിച്ചു പിടിക്കണത്. അങ്ങോട്ടേ ഒരു ഇതേ അവരോട് നേരെ കൊടുക്കണം കേട്ടോ. മറ്റേ പറയുമ്പോൾ ചോട്ടിക്കണം. ഓക്കെ. എന്താണ്
അപ്പൊ നമ്മളെ നമ്മളെ വലയിലുള്ള ചണ്ടി ഫുള്ള് അതിൽ കയറും. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ കുളത്തത്തെ മീൻ. ഇത് ഓൾറെഡി ഒരു തവണ കോരിയതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് മീനുകളുണ്ട്. ആ മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കം. ഇതിലുള്ള കുറച്ച് മീനുകൾ കോരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ കുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം മീനുകളുണ്ട്. അപ്പോൾ ഇതിൽ ബാക്കി ഇട്ടിട്ട് പോയ കുറച്ച് മീനുകളാണ് ആദ്യം നമ്മൾ കോരുന്നത്. ഈ ഒരു കുളത്തിൽ ഒരുപാട് മീനുകളൊന്നുമില്ല, എന്തായാലും ഒരു 10-50 കിലോയ്ക്ക് മുകളിലുണ്ടാവുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. കാരണം അത് കഴിഞ്ഞ തവണ കോരിയ സമയത്ത് ഈ ചേറിൻ്റെ അടിയിൽ ഈ ചാലിൽ തന്നെ ചില ഭാഗങ്ങളിൽ ചെറിയ കുഴികളൊക്കെ കിടക്കുന്നുണ്ട്. അതായത് ഒരു മീനിന് മണ്ണിൻ്റെ അടിയിലേക്ക് പൂണ്ട് പോകാൻ പറ്റിയ ചില കുഴികളൊക്കെ, അതിനുള്ളിലൊക്കെ ഈ മീനുകൾ പോയി കിടക്കും. അപ്പോൾ ഇവർ മുന്നേ മീൻ പിടിച്ച സമയത്ത് അന്ന് ഒരുപാട് മീൻ മിസ്സായി എന്ന് പറഞ്ഞു. അവർ എത്ര പിടിക്കാൻ നോക്കിയിട്ടും കുറേ മീനുകൾ മിസ്സായി പോയി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ വന്ന് കോരിയ സമയത്ത് നമുക്ക് കുറേ മീനുകളെ കിട്ടിയിട്ടാണ്. അത് ചിലപ്പോൾ ഈ ഇതിൻ്റെ അടിയിലേക്ക് ഒരു കുഴിയൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് പോയ മീനുകളായിരിക്കും. ഇതിൽ ചില മീനുകൾക്ക് നന്നായിട്ട് ഡാമേജ് ഉണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചാല് പോകുന്നുണ്ട് കാരണം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ. ആ ചാലിൻ്റെ ഉള്ളിൽ നിന്ന് മീനിന് നന്നായിട്ട് ആമ കടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ചില മീനുകളൊക്കെ ഡാമേജായ മീനുകൾ നമുക്ക് ഇന്ന് കിട്ടുകയും ചെയ്തു. ഇതാണ് ഈ ഒരു കാണുന്ന ചാലിൽ ആദ്യം നമുക്ക് വലിച്ചപ്പോൾ കിട്ടിയ മീൻ കേട്ടോ. ഇനി നമുക്കിതിന്ന് എന്തായാലും ഒരു 3-4 വലികളും കൂടെ വലിച്ചാൽ മാത്രമാണ് ഈ ഒരു ചാലിൽ നിന്ന് മാക്സിമം മീനുകൾ നമുക്ക് എടുക്കാൻ പറ്റും. മാക്സിമം ഒരു 3-4 വലി. അതോട് കൂടിയിട്ട് ഇന്നത്തെ എല്ലാ മീനുകളും പോരും. കാരണം നമ്മൾ വലിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സൈഡിൽ ഓരോ ആളുകൾ നിൽക്കും. പിന്നെ സെൻട്രലായിട്ട് 2-3 പേര് ഇരുന്നിട്ട് പതുക്കെ വലിച്ചിട്ടാണ് പോരുന്നത്. അങ്ങനെ നമ്മൾ വലിക്കുന്ന സമയത്ത് മാക്സിമം മീനുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മീനുകളൊക്കെ സൈഡിലൂടെയൊക്കെ മിസ്സായി പോകുമ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ മാക്സിമം ചടിയിൽ പൂണ്ട് കിടക്കുന്ന മീനുകളൊക്കെ നമ്മൾ പതുക്കെ ഇളക്കി ആണ് ഈ വലയുടെ ഉള്ളിലേക്ക് കയറ്റുന്നത്. വലയുടെ ഉള്ളിലേക്ക് മീൻ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെയൊന്നും പുറത്ത് പോകില്ല കേട്ടോ. കാരണം വല നല്ല സെറ്റ് വലയാണ്, നല്ല ബലമുള്ള വലയാണ്. പിന്നെ പതുക്കെ വലിക്കണോണ്ട് തന്നെ വലയ്ക്ക് കേടുപാടുകൾ സംഭവിക്കില്ല. അതാണ് ഒരു പ്രധാന ഗുണമുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും കൂടെ ഒരുമിച്ച് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് ഉടനെ തന്നെ നമ്മളെ ചാനലിലുണ്ടാവും. അതിലാണ് നമ്മൾ ഈ ഇവിടെയുള്ള മീനുകളെ പിടിക്കുന്നതും ഇവിടെയുള്ള മീനുകളെ ലോഡ് ചെയ്യുന്നത്, ഇവർക്കുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര കൊടുക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നതെല്ലാം 2ാമത്തെ പാർട്ടിലാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കാണുക. കാരണം നല്ല നല്ല വീഡിയോസാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വരാൻ പോകുന്നത്. കാരണം നമ്മൾ ഒരുപാട് കുളങ്ങൾ, വലിയ കുളങ്ങൾ വെറ്റിച്ചിട്ടുണ്ട്, കട്ട്ല, രോഹു മീനുകളെ പിടിക്കുന്നുണ്ട്, കടലിൽ പോയ വീഡിയോസ് ഉണ്ട്, കാസ്റ്റിങ്ങിന് ഇറങ്ങിയ വീഡിയോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ നമ്മളെ നല്ല കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഉടനെ തന്നെ വരും കേട്ടോ.